ഈ ഒരു സിറ്റുവേഷൻ മുഴുവനായിട്ട് ഞാനിപ്പോ തീർത്ത് കിട്ടി തരാന്ന് പറയുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവരെ കൊല്ലാനായിട്ട് ഹീറോയിൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെയുള്ള എല്ലാരും തന്നെ ഞാൻ രക്ഷപ്പെടുത്തുന്നൊക്കെ അവൾ വിളിച്ച് പറയാണ്. അവളിപ്പോ എല്ലാരും തന്നെ തുറന്നു വിടുന്നുണ്ട്. ഇപ്പൊ അലക്സിന്റെ സൈഡിലും അവള് തുറക്കുകയാണ്. എന്നിട്ട് അവനോട് പുറത്തേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അലക്സ് പുറത്ത് വരാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഹീറോയിൻ ഇപ്പോ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് തടവുപുള്ളികൾക്ക് കൊടുക്കാനായിട്ടുള്ള പുതപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിപ്പോ വെള്ളത്തിൽ നനച്ചിട്ട് അവരുടെ ശരീരത്തിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഓരോരുത്തരെയായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുത്താനായിട്ട് അവൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തേക്കും ചീഫ് ഗണ്ണുമായിട്ട് ആ ഒരു സ്റ്റേഷന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബേസ്മെന്റിൽ നിന്ന് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ഓരോരുത്തരെയും വെടിവെച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ടീനേജ് പയ്യൻ എങ്ങനെയൊക്കെയോ അതൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു പോലീസുകാരി ഈ ഒരു ജനൽ വഴി പുറത്തേക്ക് ചാടാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അവൾ ചാടുന്ന സമയത്ത് ഈ ജനലിന്റെ പൊട്ടിയിട്ടുള്ള ചില്ലിന്റെ കഷ്ണം അവളുടെ കഴുത്തിലേക്ക് തന്നെ കയറുകയാണ്. ഈ ഒരു കാര്യമൊക്കെ കണ്ടിട്ടാണ് ചീഫ് ഉള്ളിലേക്ക് കയറി വന്നിട്ടുള്ളത്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് ഈ ഒരു പോലീസുകാരിന്റെ കഴുത്തിലേക്ക് കുത്തി പിടിച്ചിട്ട് അവളെ ആ ഒരു ചില്ലിലേക്ക് അമർത്തി പിടിച്ച് അവിടുന്ന് കൊല്ലുകയാണ്. അതിനുശേഷം ടീനേജ് പയ്യന്റെ പുറകെയാണ് ചീഫ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടുള്ള ചീഫ് ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് നമ്മുടെ ഹീറോയിന്റെ ഷോൾഡറിലേക്ക് ഷൂട്ട് ചെയ്യാണ്. ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഷൂ എല്ലാം പോളിഷ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര സ്പീഡായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിൽ ഈ ഒരു ടീനേജ് പയ്യന്റെ മുഖം അമർത്തി പിടിക്കുകയാണ്. അവന്റെ മുഖത്തേക്ക് തന്നെ കണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാണിപ്പോ. ഇപ്പൊ ബാക്കിയായിട്ടുള്ളത് നമ്മുടെ ഹീറോയിൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചീഫ് അവളെ തെരഞ്ഞിറങ്ങിയിട്ടുണ്ട്. അവളെയും കൊല്ലുന്നതിനായിട്ട് ഈ ഒരു ചീഫ് വെറി പിടിച്ചിങ്ങനെ നടക്കുകയാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്രോൾ ക്യാൻ എടുത്തിട്ട് ചീഫിന്റെ നേരെ എറിയുന്നുണ്ട്. ഇവളിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞപ്പോ അറിയാതെ ചീഫ് ആ ഒരു ക്യാനിന്റെ മുകളിലേക്ക് ഷൂട്ട് ചെയ്യാണ്. ആ ഒരു ക്യാൻ പൊട്ടിത്തെറിച്ച സമയത്ത് ഈ ഒരു ചീഫും അവിടുന്ന് വെന്ത് മരിക്കുന്നുണ്ട്. ഈ ഒരു കഥക് പൊളിക്കുന്നതിനായിട്ട് ചീഫ് ഒരു ഇരുമ്പിന്റെ റാഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ഹീറോയിൻ ഇപ്പൊ നേരെ പോയിട്ട് ആ ഒരു റാഡ് യൂസ് ചെയ്തിട്ട് അവളിപ്പോ ഈ ഒരു സ്റ്റേഷന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അലക്സ് ആ ഒരു സ്റ്റേഷന്റെ ഉള്ളിൽ തന്നെയല്ലേ ഉള്ളത്. എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോ അവനും വളരെ കൂളായിട്ട് തന്നെ ആ ഒരു സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടയർ മുഴുവനായിട്ട് ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു ഡയറിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇവൻ ആരാണ്, ഇവൻ എന്തിനാണ് ഈ ഒരു ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു സാധാരണ മനുഷ്യനെ അല്ലായിരുന്നു. ഇവൻ നരകത്തിന് വന്ന ഒരാളാണ്. ഭൂമിയിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം കൊന്നിട്ട് നരകത്തിലേക്ക് അയക്കുന്ന ആളാണ് അവൻ. അങ്ങനെ കൊന്നതിന് ശേഷം അവരുടെ പേരാണ് ഇവൻ ഈ ഒരു ഡയറിയിൽ എഴുതി വെക്കാറുള്ളത്. ഇപ്പോ ഹീറോയിന്റെ അടുത്തേക്ക് അവൻ നടന്നു വരുന്നുണ്ട്. ഈ ഒരു ഭൂമിയിലുള്ള ഒരുപാട് ആൾക്കാര് ഒരുപാട് പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഓരോരുത്തരെയായിട്ട് ഞാൻ തേടി തേടി കൊല്ലാനായിട്ട് പോവാണ്. എന്നാൽ അത് എന്നെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനായിട്ട് എനിക്ക് നിന്റെ സഹായം വേണം. നിന്നെ ഞാൻ തെരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ ഒരുപാട് ട്രോമകൾ നീ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ ഞാൻ നിന്റെ മുന്നിൽ കൊണ്ട് നിർത്താം. നീ അവരെ എങ്ങനെ കൊല്ലുന്നൊന്നും എനിക്ക് അറിയണ്ട. അവരെ എല്ലാരെയും നരകത്തിലേക്ക് അയച്ചേക്ക്. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഹീറോയിനും അതിന് സമ്മതിക്കുന്നുണ്ട്. അലക്സ് ഇപ്പൊ നേരെ പോയിട്ട് നമ്മുടെ ഹീറോയിനെ കിസ് ചെയ്യാണ്. ഈ ഒരു സീൻ കാണിച്ചിട്ട് സിനിമയുടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.